ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ജുവലറി കളക്ഷൻസ് ആണ് കേട്ടോ. കുറച്ച് കമ്മലും കുറച്ച് വളയും കുറച്ച് മാലയും, ഒരുപാടില്ല, കുറച്ച് മാത്രം. അപ്പൊ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ജുവലറി വളകൾ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ വളകൾ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് കുറച്ച് വളകൾ. ഇത് ഒരു സെറ്റായിട്ട് വാങ്ങിച്ച കേട്ടോ. ഇത് രണ്ടെണ്ണം, നിറയെ കല്ലുകളാണ്, കണ്ടോ? ഇത് കുറച്ച് കല്ല്, എനിക്ക് ഇച്ചിരി വലിപ്പ കൂടുതലാണ്, എന്നാലും നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള വള. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഗോൾഡന്റെ ഒരു വളയാണ്, കണ്ടോ? ഇത് എന്താ പറയാ, കണ്ടോ? നിറയെ കല്ലുകൾ വെച്ചിട്ടുണ്ട്, വെള്ളക്കല്ലും പിന്നെ ഈ നടുക്ക് ഒരു പിങ്ക് കല്ലും, കണ്ടോ? അങ്ങനത്തെ ഒരു വളയാണേ. നല്ല രസം, നല്ല ഡിസൈൻ ആണ്, കണ്ടോ? ഓക്കെ, പിന്നെ ഉള്ള വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വേറൊരു നല്ലൊരു മോഡലുള്ള ഡിസൈൻ ഉള്ള സൈസ് ഒരു കളയാണ്, കണ്ടോ? ഇത് ഒരു ഗോൾഡൻ കളറാണ്, കണ്ടോ? ഇത് ഞാൻ കയ്യിലിട്ട് കാണിക്കാം. നല്ല രസമുണ്ട് അത്. ഇത്രയാണ് കാപ്പ് മോഡലുള്ള ബാംഗിൾസിന്റെ കളക്ഷൻ കേട്ടോ. നാട്ടിലൊക്കെ കുറെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഓക്കെ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ കളക്ഷൻ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുറെ ഇതുണ്ട് കേട്ടോ. എന്താ പറയാ, വളകള്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുക. നല്ല രസമുള്ള വളകളാണ്. ഇത് കണ്ട, എന്താ, കുറച്ച് ഗോൾഡൻ വളകളുണ്ട്. അതിന്റെ സൈഡിൽ മിറർ ആയിട്ടുള്ള, അല്ല മിറർ, സോറി, കല്ല് വെച്ചിട്ടുള്ള വളകളാണ്, കണ്ടോ? ഓക്കെ, അത് നല്ല രസമാണ്. ഒരു സെറ്റ് ആയിട്ടൊക്കെ ഇടാൻ നമുക്ക്, കണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള വള. ഇതാ, ഓക്കെ, ഇതാണ്. ഇത് നമുക്ക് ഒന്നായിട്ട് തനിച്ചിട്ടാലും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. സിമ്പിൾ ആയിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും, കേട്ടോ. നല്ല രസം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് വളയൊക്കെ ഇട്ട് പോകാൻ, രണ്ട് കൈകളും ഇതിന്റെ തന്നെ കൂടുതലുണ്ടോ. ഈ വള രണ്ടെണ്ണം ഒക്കെ ആയിട്ട് വേണം നമുക്ക് ജസ്റ്റ് ചുമ്മാ സിമ്പിൾ ആയിട്ട്. കുറെ ഹെവി ആയിട്ടുള്ള ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഓരോ വള ഇട്ട് കഴിഞ്ഞ് രണ്ട് കൈയിൽ ഓരോന്ന് ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇത് അതേപോലെ തന്നെ കല്ല് വെച്ചത് നമുക്കിടാം. ഈ കല്ല് വെച്ചതും ഓരോന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് കൈയിലും ഇടാം. അത് നല്ല ഭംഗിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇടേണ്ടവർക്ക് ഇതാ ഇട്ടിടാം. ഓക്കെ, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ ബാംഗിൾസ് കളക്ഷൻ. കുറച്ചൊക്കെ നാട്ടിലുണ്ട്, ഇവിടെയുള്ള കളക്ഷനാണ് കേട്ടോ. ഇത് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും. ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് റോള് ചെയ്തിട്ട് എടുത്തു വെക്കും. അപ്പൊ പിന്നെ ഇതിന്റെ കളറോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാലയുടെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. മാലയുടെ കളക്ഷൻ, മാലയുടെ ഒന്നാമത്തെ മാല എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള ഒരു മാല കേട്ടോ. ഇതുകൊണ്ടോ, മൊത്തം സ്റ്റോൺ വർക്കാണ്. അധികം വിലയൊന്നും ആയില്ല കേട്ടോ. ഒരു എത്രയാണ്, ഒരു 10 റിങ്കറ്റ്, ഒരു 150 200 രൂപയൊക്കെ. നാട്ടിലെ ഒരു 200 250, 200 250 രൂപ ആയിട്ടുണ്ടോ. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല വില. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്, കണ്ടോ? ഇത് ഞാൻ ഇട്ട് കാണിക്കാവേ നിങ്ങൾ. ഇതൊരു സാരിയുടെ ഒക്കെ കൂടത്തിലും ഒക്കെ, സെറ്റ് സാരി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ കൂടത്തിട്ട് നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ.
ഫുള്ള് നല്ല സ്റ്റോൺ വർക്കാണ് കഴുത്തിൽ ചേർന്ന്. ഇത് ഒരു പീസ് മാത്രം ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കമ്മലും ഉണ്ട് ഫ്രണ്ട്സ്. കമ്മല് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ? ഇതാണ് കമ്മല്. കമ്മലാണ് ഒരു ജോഡി. അതും അതിന്റെ സെയിം തന്നെ കല്ല് വെച്ചിട്ടുള്ള കമ്മലാണേ. കണ്ടോ? ഓക്കെ, കമ്മല് അതാണ് ആദ്യത്തെ സെറ്റ്. ഇനി രണ്ടാമത്തെ സെറ്റ് നിങ്ങളെ കാണിച്ചു തരാവേ. രണ്ടാമത്തെ സെറ്റ് നല്ലൊരു ഭംഗിയുള്ള ഒരു സൈസ്. അത് ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് രണ്ടാമത്തേത്. കണ്ടോ? ഇത് അതിന്റെ കമ്മല് നല്ല രസമാണ് കേട്ടോ. ഇത് എന്താ പറയാ, വൈറ്റ് സ്റ്റോൺ ആണ്. പക്ഷെ അതിൻ്റെത് ഒരു നമ്മുടെ മഴവില്ലിന്റെ കളറുള്ള ഒരു 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 തിളക്കം പോലെയൊക്കെയാണ് അത് ഇട്ട് കഴിഞ്ഞ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇട്ട് കാണിക്കാവേ. കണ്ടോ? ഇത് നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് ഒക്കെയാണ്. ഇത് നമുക്ക് ഇതും ജസ്റ്റ് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് അതിനൊക്കെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. സാരിയൊക്കെ ബ്ലാക്ക് സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഫുള്ളായിട്ട് നെക്ക് കവർ ചെയ്ത് നിൽക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തേത്. ഒരു ഞാലി പോലൊക്കെ വന്നിട്ട് അതേലെ സ്റ്റോൺ വന്നേക്കുന്നത്. അതിന്റെ കമ്മലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടോ? നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഇത് സെറ്റായിട്ട് വന്നേക്കുന്നത്. ഇത് വളരെ കുറവ് ചെറിയ പൈസ, ഒരു നമ്മുടെ നാട്ടിൽ 75 രൂപയോ 80 രൂപയൊക്കെ ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല സ്റ്റോൺ ആണ് കേട്ടോ. ഇത് കണ്ടോ? നല്ല സ്റ്റോൺ വർക്കാണ്. ഓക്കെ, അത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതിന്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, കണ്ടില്ല എവിടെയാണെന്നുള്ളത്. കണ്ടോ? കണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ ഇടാൻ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇറക്കി ഇടാം. ഇങ്ങനെ ഇട്ടാലും നമുക്ക് സാരിയുടെ ഒക്കെ കൂടുതൽ കുറച്ച് ഇറക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ഇതിട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാവും കേട്ടോ. കഴുത്തിനോട് ചേർന്ന് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ മൂന്നാമത്തെ കളക്ഷൻ. ഓക്കെ, അതിന്റെ തന്നെ കമ്മലാണ് കേട്ടോ ഇത്. ആദ്യം മുകളിൽ വലിയ ചെറിയ കല്ല് വന്നിട്ട് പിന്നെ താഴെ ഒരു വലിയ കല്ലും പിന്നെ ചെറിയ കല്ല് വലിയ കല്ല്, അങ്ങനെയാണ് ഇതിന്റെ കമ്മല് വരുന്നത്. ഓക്കെ, കമ്മല്, ഇതിന്റെ മാല കണ്ടോ? ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ഓക്കെ, ഇത്രയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മാലയുടെ കളക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ കഴുത്തേ കിടക്കുന്ന ഇത് മാല, ഇത് ഇതിൻ്റെയാണ്, ഗോൾഡിന്റെ വാങ്ങിച്ചിട്ട്. ഇത് ചെറിയൊരു ഡയമണ്ടിന്റെ ചെറിയൊരു പെൻഡന്റ് ആണ്. ഓക്കെ, ഇത്രയാണ് എൻ്റെ ജുവലറി, ഇത് ബാംഗിൾസിന്റെ മാലയുടെയും കളക്ഷൻ. പിന്നെ എൻ്റെ കമ്മലിന്റെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കമ്മലിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്
ഞാൻ ചിലതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ കമ്മൽ എന്ന് പറയുന്നത് എല്ലാം ഞാൻ കവറിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഇതാ ഇതുപോലെ ഇരിക്കുന്നൊരു കമ്മലുണ്ട്, നല്ല അടിപൊളി രസമുള്ള കമ്മൽ. ഇത് കണ്ട, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ കമ്മൽ. അതാണ് ഒന്നാമത്തെ കമ്മലിന്റെ കളക്ഷൻ. ഞാനെല്ലാം കവറിനകത്തിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് ഉള്ളത് കാണിക്കാം ഫസ്റ്റ്. പിന്നെ ഇത് നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ട് നല്ല ഞാലിയായിട്ട് വന്നിട്ട് പിന്നെ താഴെ 2-3 മുത്തൊക്കെ ആയിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയാൻ ഇത് വെറുതെ മുത്താണ് കേട്ടോ, ചുമ്മാ വെറുതെ ഒരു പേളിമുത്തിന്റെ കമ്മലാണ്. ഓക്കെ, ഇനി നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഫേവറേറ്റ് ഒരു കമ്മലാണ്. ഇതുകൊണ്ട് ഇത് ഞാൻ വീഡിയോക്കകത്തില്ല, റിങ് ആണ്. എന്താ റിങ് നിറയെ ഇത് മുഴുവൻ മുത്തുകളാണ് കേട്ടോ. അടിപൊളിയല്ലേ? അത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കാണിച്ചതിന്റെ സെയിം തന്നെയാണ്. ഇതൊരു ഡ്രസ്സിന് ചേരുന്നത് ഞാൻ വാങ്ങിച്ചതാണ്, ഒരു റോസ് കളർ. എനിക്കൊരു ലെഹങ്കയൊക്കെ അതിൻ്റെ വേണ്ടിയിട്ട് അതത്. പിന്നെ അതേ സെയിം പാര്, എനിക്ക് അങ്ങനത്തെ റിങ്ങിന്റെ മോഡൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേറൊരു, ഇത് ബ്ലാക്ക് മെറ്റലിന്റെ ആണെന്ന് തോന്നുന്നു. ഇത് നല്ല ഭംഗിയുള്ളൊരു, ഒരു സൈഡിൽ കല്ലുണ്ട്, ഒരു സൈഡിൽ കല്ലില്ല. ഓക്കെ, കണ്ടോ, അതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിമിക്കി. ജിമിക്കി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ മുകളിലത്തെ ഇത് വന്ന് ഒരു വട്ടം വന്നിട്ട് പിന്നെ നല്ല സ്ക്വയർ വന്നിട്ട് താഴെ ഒരു മുത്ത് പോലെ വന്നേക്കുന്നത് കണ്ടോ, ഇത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്മലി വരുന്നതാണ്. ഇത് ഒരു ഇതൊക്കെയുള്ളതാണ്, മിറർ വർക്കുള്ള കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. താഴെ ഒരു ഇതുപോലൊക്കെ വരും, മുത്ത് പോലെ വന്ന് നടുക്കൊരു മിററൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇട്ടിട്ടുള്ളതാണ്. ഇത് കണ്ട, ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ കുറച്ച് ഹെവിയാണ് കണ്ടോ. മുത്ത് കല്ല് മേളിൽ വന്നിട്ട് താഴെ ഒരു 3 പേളുമുത്ത് ഇങ്ങനെ ഹാങ്ങിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റും കേട്ടോ, പല കളറുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ദീപാവലിക്ക് ഇവിടുന്ന് വാങ്ങിച്ചാണ്. അത് നല്ല ഭംഗിയുണ്ട് കണ്ടോ, നല്ല രസമുള്ള മുത്തും സ്റ്റോണും ഒക്കെ വച്ചിട്ടുണ്ട് കണ്ടോ. അത്രേ ഉള്ളൂ. അതാണ് ഹാങ്ങിങ് ഉള്ള ടൈപ്പുള്ള എൻ്റെ ഇത്. പിന്നെ ഉള്ളതെന്ന് പറയാനായിട്ട് ചെറിയ ടൈപ്പാണ് കേട്ടോ. മുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ പേളുമുത്തിന്റെ. ഇത് റെഡ് കളർ പേളുമുത്തിന് വരണം. പിന്നെ എൻ്റെ കാതിൽ കിടക്കുന്ന ബ്ലാക്ക്. പിന്നെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ, ഇതാ ഇതിന്റെ കുറെ എൻ്റെ കയ്യിലുണ്ട്, അത് എവിടെയാന്ന് ഇപ്പൊ അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് ചെറുത് തൊട്ടിട്ട് ഇത് മുത്താണ്, പേളുമുത്തിൻ്റെത്, ഇത് സ്റ്റോണിൻ്റെത്, ഇത് സാധാരണ ഒരു മുത്തിൻ്റെത്. പിന്നെ ഇത് റിങ്. ഈ റിങ്ങിന്റെ ടൈപ്പ് ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. ഇവിടെയും കുറച്ചുണ്ട് കേട്ടോ, ഈ രണ്ട് സെക്ഷനിലൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എവിടെയോ ഊരി വെച്ചേക്കുവാണ് കണ്ടോ. ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സെക്കൻഡ് സ്റ്റഡോ തേർഡ് സ്റ്റഡോ ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇടാനൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും. ഒരു സെറ്റായിട്ട് ഡ്രസ്സിന് ചേരുന്നതും സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയാണ് കണ്ടോ. ഇതാണത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ ചെറിയ ചെറിയ മൊട്ടുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നു. ചെറിയ മൊട്ടിന്റെ കമ്മലാണ്, ഡ്രസ്സിനൊക്കെ ചേരുന്ന ഇടാലോ, ചെറിയ കല്ലും ഒക്കെ വെച്ചിട്ടുള്ള.
പിന്നെ കല്ലിന്റെ മാത്രമായിട്ടുള്ളൊരു ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് വേണ്ട, അത് എല്ലാ ഡ്രസ്സിനും നമുക്ക് ഇടാൻ പറ്റും. ഇത് മഴവില്ലിന്റെ കളറ്, പിന്നെ റോസ് കളറ്, പച്ച, നീല, എല്ലാ കളറും ഉണ്ട്. അത് വലുത് തൊട്ടിട്ട് ചെറുത് വരെയുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജ്വല്ലറി കളക്ഷൻ പോലെ ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.